ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ആൻഡ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വളരെയധികം പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഒരു ഇന്റേൺഷിപ്പ് അവസരമാണ്. ISRO നേരിട്ട് 2026 ഇന്റേൺഷിപ്പിന് വിളിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് പ്രോജക്ട് വർക്കിന് അവർ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഒഫീഷ്യൽ സമ്മർ ഇന്റേൺഷിപ്പ് എന്ന് തന്നെ പറയാം. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ക്രൈറ്റീരിയസും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. സോ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തരത്തിലുള്ള യൂസ്ഫുൾ അപ്ഡേറ്റ്സിന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ISRO ആണ്. അതും ISROയുടെ കീഴിലുള്ള VSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുമ്പയിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു സെന്ററിന്റെ കീഴിലാണ്. വളരെ വാല്യൂബിൾ ആയിട്ടുള്ള നിങ്ങളുടെ റെസ്യൂമെയൊക്കെ 10 മടക്ക് സ്ട്രോങ് ആക്കുന്ന കോളേജ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂപ്പർ ഇന്റേൺഷിപ്പാണ്. അപ്പോൾ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡേറ്റ് വരുന്നത് 1 May 2026 ടു 31 July 2026 ആണ്. അപ്പോൾ ആ ഒരു പീരീഡിനുള്ളിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഇന്റേൺഷിപ്പ് വരുന്നത്. അപ്പോൾ അതിനിപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് February 16 ഓപ്പൺ ആയി March 16 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ഈ ഇന്റേൺഷിപ്പിന്റെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ്. ദെൻ ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്ത് നിന്ന് പ്രോഗ്രാംസ് മീൻസ് കോഴ്സസ് ചെയ്യുന്ന ഡിഗ്രി കോഴ്സസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അത് ഏതൊക്കെയാണ് എന്ന് വിശദമായി പറയാം. അതുപോലെ തന്നെ എന്താണ് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിൽ നിന്ന് അവരുടെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത്, ഫൈനൽ സെലക്ഷൻ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഇപ്പോൾ അതിന്റെ ക്രൈറ്റീരിയാസ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഇപ്പോൾ റെഗുലർ ആയിട്ട് ഓൺ ക്യാമ്പസ് ആയിട്ട് ഈ കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥി ആയിരിക്കണം. അതും ലാസ്റ്റ് സെമസ്റ്ററിൽ അഗ്രിഗേറ്റ് CGPA 6.32 മുകളിലോട്ട് ഉണ്ടാകണം. ഏറ്റവും കുറഞ്ഞത് 6.32 ആണ് അവർ പറയുന്നത്. ഏതൊക്കെ വിഷയങ്ങൾക്ക് അപേക്ഷിക്കാമെന്ന് നോക്കാം. ബിടെക്കിൽ തന്നെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയ്റോസ്പേസ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ദെൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കുറേ ഇതുണ്ട്. നിങ്ങൾ വിശദമായിട്ട് അത് വായിച്ചു നോക്കാം. മെറ്റീരിയൽ സയൻസ് പറ്റും, മെക്കാനിക്കൽ പറ്റും, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പറ്റും. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പം നിലവിലില്ല, ബിടെക്കിന് പകരമായിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ BSc കാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി BSc, ഇന്റഗ്രേറ്റഡ് MSc, BSMS, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് MTech, സാധാരണ MTech, MSc കാർക്ക് PhD, ഇത്രയും ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. സോ അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 4th സെമസ്റ്ററിലായിരിക്കണം. നിങ്ങൾ നെക്സ്റ്റ് 4th സെമസ്റ്ററിലേക്ക് പോകുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ 4th സെമസ്റ്റർ കഴിഞ്ഞവരാണ് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. സെക്കൻഡ് ഇയർ ആണ് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും സെക്കൻഡ് ഇയർ കഴിഞ്ഞവർ. ഓക്കെ, ദെൻ ME MTech ആണ് എങ്കിൽ, അതായത് PG സ്റ്റുഡൻസ് ആണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ PhD ആണെങ്കിൽ വർക്ക് കോഴ്സിനിടയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് 21 മുതൽ 45 ദിവസം വരെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സോ അതിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്? മാർക്ക് ലിസ്റ്റ് വേണം, ടെക്നിക്കൽ സ്കിൽസിന്റെ CV വേണം, ദെൻ നിങ്ങളുടെ ഡോക്യുമെന്റ് ലൈക്ക് ഫോട്ടോ, സിഗ്നേച്ചർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ സെലക്ടഡ് സ്റ്റുഡൻസ് ബൈ മെയിൽ ആയിരിക്കും അവർ അറിയിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്? ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സുകളിലേക്ക് അയക്കുകയും മെയിൽ ചെയ്യുകയും അങ്ങനത്തെ ഒരു പ്രൊസീജിയറാണ്. സോ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത് ആരും മിസ് ചെയ്യരുത്. അതായത് അർഹതപ്പെട്ട ഇത് അപ്ലൈ ചെയ്യാൻ ക്രൈറ്റീരിയ വഴി കഴിയുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് ട്രൈ ചെയ്യുക. കാരണം കിട്ടിയാൽ ISROയുടെ കീഴിൽ ഒരു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. സോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് March 16 ആണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.